എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ, പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. സംഭവം ഈ പാൻറ്റിൻ്റെ പുതിയ കുറേ കളറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കാം. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ കാണിക്കാം. കുറേ പേർക്കും ആവശ്യമെന്ന് പറയുമ്പോൾ ഇതിൽ ഈ ചെക്ക് അല്ലാതെ ഈ നീളം വരകളുള്ളതാണ് കുറേ പേർക്കും ആവശ്യം. പിന്നെ ഇതിൻ്റെ ഓരോ പീസ് നൂത്ത് തറയിൽ വിരിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ മേശപ്പുറത്ത് ഇതിൻ്റെ ഒരു പീസ് എടുത്ത് വിരിച്ച് കാണിക്കാം കേട്ടോ, എത്ര വണ്ണമുണ്ട്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇത് ഫ്രീ സൈസാണ്. എങ്ങനെയാണ് XL M അങ്ങനെയൊന്നുമല്ല, ഫ്രീ സൈസായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വണ്ണം ഏകദേശം ഇത്രത്തോളം ഉണ്ടാവും. ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ സെറീന എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു നൈലോണും കോട്ടണും കൂടെ ചേർന്നതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് സെറീന എന്നാണ് മെറ്റീരിയലിൻ്റെ പേര് പറയുന്നത്, സെറീന മെറ്റീരിയൽ. അതുപോലെ അതിൻ്റെ കുറേ ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അതിൻ്റെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നൂത്ത് കാണിച്ചാൽ പിന്നെയുള്ള മെനക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കി വെക്കുന്നതാണ് കേട്ടോ. സംഭവം നമ്മൾ എത്ര മടക്കിയാലും കമ്പനി മടക്കി വിടുന്നത് പോലെ ആവത്തില്ല കേട്ടോ. ഞാൻ മടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നൂത്ത് കാണിക്കുന്നില്ല, കാരണം ഇതേപോലെ എനിക്ക് മടക്കാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നൂത്ത് കാണിക്കുന്നില്ല, ഓരോന്നായിട്ടേ നൂത്ത് കാണിക്കുന്നുള്ളൂ. അല്ല, ഒരെണ്ണമേ നിവർത്തി കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടെ നിവർത്തി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ തിരിച്ച് ഇതെല്ലാം പറക്കി വെക്കേണ്ടി വരും. ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. പ്രിൻറ്റഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം നിവർത്തി കാണിച്ചു തരാം. ഇതിൻ്റെ ഇതുപോലുള്ള കുറേ പ്രിൻറ്റുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് ഒരു പീസ് വന്നിട്ട് 150 രൂപയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. ഇതിൻ്റെ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം. ഇത് ഒരു പാക്കറ്റിൽ വരുന്നത് 4 പീസാണ് കേട്ടോ. ഇപ്പോൾ കുറേ പേരും ചോദിക്കുന്നുണ്ട് 4 പീസ് ഒരു പാക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വിലയെന്ന്. 4 പീസ് ഒരുമിച്ചെടുത്താലും 40 പീസ് ഒരുമിച്ചെടുത്താലും എല്ലാം ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ. സംഭവം പീസ് റേറ്റാണ്. അപ്പോൾ ഇതാണ് സ്ട്രൈറ്റ് പാൻറ്റ്. ഇതിൻ്റെയും റേറ്റ് എങ്ങനെയാണെന്ന് സൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതും നമുക്ക് ഫ്രീ സൈസിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുക്കുന്ന ഫ്രീ സൈസിൽ എടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീ സൈസ് ആകുമ്പോൾ നമുക്കിങ്ങനെ സൈസ് തിരക്കി പ്രത്യേകിച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ തുണിയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇത് നമുക്ക് വീട്ടിൽ മാത്രമല്ല പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിൻ്റെതായ ഇതുപോലുള്ള കുറേ പ്രിൻ്റിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് 150 രൂപയാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ 89 രൂപയുടെ പാൻറ്റൊക്കെ കുറേ പേര് പാക്കറ്റോടെ എടുത്തിട്ടുണ്ട് കേട്ടോ, റീസെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റീസെല്ല് ചെയ്യണം എന്നുള്ളവർക്ക് റീസെല്ല് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ 89 രൂപയുടെ പീസിൽ പ്രത്യേകിച്ച് പിന്നെ ഒരു വില പേശലും കാര്യങ്ങളൊന്നും ആരും ചോദിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പീസ് റേറ്റാണ്. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉള്ള 2 സൈഡിലും ഇതുപോലെ എലാസ്റ്റിക് വരുന്ന, 2 സൈഡിലെന്ന് പറഞ്ഞാൽ അങ്ങ് മുകളിലൊന്നും ഇല്ല കേട്ടോ, താഴെ എൻ്റെ ഭാഗത്ത് മാത്രമേ എലാസ്റ്റിക് വരുന്ന ടോപ്പാണ്. ഇത് വന്നിട്ട് XL സൈസാണ്. ഇതിൻ്റെ എല്ലും ഉണ്ട്, XLും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ച് വാരി ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇത് മടക്കി വയ്ക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇത് എവിടെ വെച്ച് ക്യാമറ പിടിക്കണമെന്ന് അറിയാമേത് ഞാനിങ്ങനെ തെറ്റും മറ്റും നടന്നാണ് ക്യാമറ പിടിക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിടാന്ന്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കുറേ കളർ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സുഖമുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ പീസുകളുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കുറച്ച് നിങ്ങളെ എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് ഞാൻ കാണിച്ചു തരാം, കുറച്ച് മോഡൽസ് കാണിച്ചു തരാം. അപ്പോൾ വാങ്ങാനായിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും ചോദിക്കും കാറ്റലോഗിൽ ഇതിൻ്റെ ഫോട്ടോസ് ഇടാത്തത് എന്താണ്, സെലക്ട് ചെയ്യണമെന്ന്. സംഭവം നമുക്ക് അങ്ങനെ ഫോട്ടോസ് ഇടുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു 10 ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ 10 നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാണണമെന്നില്ല. കാരണം ഒരുപോലുള്ള ചിലപ്പോൾ 1, 2, 3 ഒക്കെ കാണത്തുള്ളൂ. അപ്പം അവരവർ ഇഷ്ടപ്പെടുന്നത് അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അത് കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാറ്റലോഗിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ ഇടാത്തത്. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഏതാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ എല്ലാം കാണിച്ചു തരാം. പക്ഷേ ഇതിങ്ങനെ നിവർത്തി ഇട്ടിട്ട് മടക്കി വയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു നല്ല ജോലിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴിവതും എല്ലാവർക്കും ഇതുപോലെ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറേ പേർക്കൊക്കെ ഇതിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കവറിൻ്റെ പുറത്തുള്ള ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പീസ് വന്നിട്ട് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ
നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള അല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് എൽ സൈസ് 130ഉം അതുപോലെ എക്സൽ സൈസ് 150ഉം ആയിരുന്നു. പക്ഷേ ഇന്ന് വന്നിട്ടുള്ള ഈ പ്രിൻ്റ് വരുന്നത് 2 ടൈപ്പും ഇതുപോലെ 150 രൂപ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പീസും നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നില്ല, കാരണം എനിക്ക് ആമിയെ സ്കൂൾ വണ്ടി വരാൻ സമയമായി. അപ്പോൾ ആമിയെ വിളിക്കാൻ കയറി പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ പീസും കാണിക്കുന്നില്ല. ഞാനിങ്ങനെ കുറച്ച് പീസൊക്കെ കാണിച്ചിട്ട് ബാക്കി തിരിച്ച് പറക്കി വെക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് മടക്കുക എന്ന് പറയുന്നത് ഞാൻ എത്ര മടക്കിയാലും ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാണിച്ചിട്ട് ബാക്കി മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പാക്കറ്റിൽ വരുന്നത് 10 എണ്ണമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തുണിയൊക്കെയാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ തുണി മാത്രമൊക്കെ എടുക്കുന്നവർക്ക് ഞാൻ പാഴ്സലാണ് അയക്കുന്നത്. പാഴ്സലാകുമ്പോഴത്തേക്ക് 1-2 ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല, പൈസ കുറച്ചേ ആവത്തുള്ളൂ. പിന്നെ അത് ഒരുപാട് വെയിറ്റുള്ള തുണിയൊക്കെ ആണെങ്കിൽ, അതല്ല കുഴപ്പമില്ല, 2-3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്പീഡ് പോസ്റ്റ് തന്നെയാണ് അയക്കുന്നത്. കാരണം അത്ര വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ റീസെല് ചെയ്യാൻ വേണ്ടി പാൻറ്റിൻ്റെയൊക്കെ പാക്കറ്റായിട്ട് എടുക്കുന്നവർക്ക് ഞാൻ പാഴ്സലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് 1 കിലോ 50 രൂപ എന്നാണ് പറയുന്നത്. പിന്നെ ദൂരം കൂടെ വെച്ച് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു അവർ ചാർജ് വാങ്ങിക്കുന്നത്. ഓൾ ഇന്ത്യ 1 കിലോ 50 രൂപ എന്ന് പറയുമെങ്കിലും നമ്മൾ കണ്ണൂർ, മലപ്പുറം അങ്ങോട്ടൊക്കെ അയക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 60 രൂപയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് എൽ സൈസാണ്. എൽ സൈസിലെ 150 രൂപയുടെ ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ എൽ സൈസിലെ 130ൻ്റെതും ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൽ സൈസിലെ 150 രൂപയുടെ ടോപ്പാണ്, ടീഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കും കാര്യങ്ങളും ഒക്കെ ചറപറന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ആമി വരാനുള്ള സമയമായപ്പോഴത്തേക്കാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത്. ഒരു ഏകദേശം 3:30 മണി വരെ ഞാനിവിടെ തിരക്കായിരുന്നു കേട്ടോ. പാക്കിങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാലും അയപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്നിവിടെ KSEBക്കാർ അതിൻ്റെ ലൈൻ കട്ടിങ് ആയതുകൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ആയി കേട്ടോ. മെസ്സേജ് അയക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഈ ഫോണിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രിൻറ്റുകളാണ് നമ്മൾ എൽ സൈസിൽ വരുന്നത്. ഈ തുണി നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള മെറ്റീരിയലാണ്. അല്ലാതെ ചില ടീഷർട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു വാഷിങ് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വലിഞ്ഞു പോകും. ഇത് അങ്ങനത്തതല്ല, നല്ല കട്ടിയുള്ളതാണ്. കട്ടിയുള്ള നല്ല വെയിറ്റുള്ള തുണി തന്നെയാണ് ഇത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം ചാടിക്കയറി നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുക്കാതെ ആദ്യമേ നമ്മളൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ 89 രൂപയുടെ പാൻറ്റ് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് 150 രൂപയുടെ സ്ട്രൈറ്റ് പാൻറ്റ് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചത് എന്തായിരുന്നു, എക്സൽ സൈസിലുള്ള ടീഷർട്ട് 150 രൂപയുടെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എൽ സൈസിലുള്ള ടീഷർട്ട് 150 രൂപയുടേതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ച് എക്സെല്ലും എല്ലും സൈസിലുള്ള ഇതുപോലുള്ള വർക്കുകളൊന്നും അധികം ഇല്ലാത്തത്, പ്രിൻ്റ് അധികം ഇല്ലാത്ത ഇതുപോലത്തതും കൂടെ ഞാൻ 2-3 എണ്ണം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഈ പാക്കറ്റിലുള്ളത്. പല പാക്കറ്റിലും പല പല കളറും പല പല വർക്കുകളും ആയിരിക്കും കേട്ടോ. എല്ലാത്തിലും ഒരുപോലെ തന്നെ വരണം എന്നൊന്നുമില്ല. പിന്നെ ഇതെല്ലാം നമ്മൾ മുമ്പ് കാണിച്ചതിലുള്ള സെയിം സാധനം തന്നെയാണ്. എല്ലും അതുപോലെ എക്സെല്ലും. എല്ല് വന്നിട്ട് 130 രൂപ, എക്സെല്ല് വന്നിട്ട് 150 രൂപ. അത് സെയിം അതിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും പല പല കളറുണ്ട്. നമ്മൾ പഴയ സ്റ്റോക്ക്, അന്ന് വീഡിയോ ഇട്ട സ്റ്റോക്കൊക്കെ ഏകദേശം ഇന്നലത്തോടു കൂടിയുള്ള പാക്കിങ്ങിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലിനി ബാക്കിയുള്ളതെന്ന് പറയുമ്പം 2-3 അല്ലെങ്കിൽ 3-4 ടീഷർട്ടൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 89 രൂപ പാൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കേട്ടോ. 89 രൂപയ്ക്കൊന്നും ഇങ്ങൊന്നും പാൻറ്റ് കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എല്ലും എക്സെല്ലും എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ഇതിൽ എല്ലും ഉണ്ട് എക്സെല്ലും ഉണ്ട്. ഇപ്പം ഞാൻ വീട്ടിൽ വന്ന് തുണി എടുത്തവർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ പറക്കി ഇട്ടതാണ്, അവർ പറക്കി നോക്കിയതാണ്. അപ്പം പിന്നെ എല്ലും എക്സെല്ലും കൂടെ മിക്സായി. പിന്നെ ഞാൻ മടക്കി ഓരോന്നിൽ വെക്കാതെ നിങ്ങളെ വീഡിയോയും കൂടെ കാണിച്ചിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മിക്സ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യേണ്ട, മെസ്സേജ് ചെയ്താൽ മതി. കോൾസ് ഒന്നും ഞാൻ എടുക്കാറില്ല ഇതിൽ വരുന്നത്. ഫോൺ സൈലൻ്റ് ആക്കി ഇട്ടേക്കാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കമ്പനി ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ആ സിമ്മ് ഞാൻ റീചാർജ് ചെയ്യാറില്ല കേട്ടോ. വർഷങ്ങൾ കൊണ്ട് റീചാർജ് ചെയ്യാതെ കിടക്കുന്ന സിമ്മാണ്. പക്ഷേ അതിൽ ഇൻകമിങ്ങും കിട്ടും, ഔട്ട് ഗോയിങ്ങും കിട്ടുമെന്നാണ് തോന്നുന്നത്. ഈ അടുത്ത് വരെ ഔട്ട് ഗോയിങ് കിട്ടുമായിരുന്നു. കുറേ നാൾ അവർ കട്ട് ചെയ്തിടും, പിന്നും റീചാർജ് അവർ തന്നെ പാവം തോന്നി റീചാർജ് ചെയ്ത് തരും കേട്ടോ. പിന്നെ കമ്പനിയിലെ കോൾ പേടിച്ചിട്ട് എപ്പോഴും കമ്പനി വിളിക്കുക റീചാർജ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ അതിൽ കോളൊന്നും എടുക്കത്തില്ല. അല്ലെങ്കിലും ഞാൻ അതിൽ മെസ്സേജ് മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതാണ് എലിഫൻറ്റ് പാൻറ്റ് കേട്ടോ. എലിഫൻറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാവാട പാൻറ്റ് ആ ഒരു മോഡൽ ഉണ്ടല്ലോ, ശരിക്കും ഞൊറി വരുന്നതാണ്. ഇതിട്ടുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പാവാടയാണെന്നേ തോന്നത്തുള്ളൂ. ആ മോഡലിലുള്ള പാൻറ്റാണിത്. ആ ഞൊറിവാണ്, ഫ്രണ്ടും ബാക്കും ഫുള്ള് ഞൊറിവാണ്. ഇതാ ഇവിടെയും ഞൊറിവാണ്, ഇതാ ബാക്ക് സൈഡിലും ഫുള്ള് ഞൊറിവാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും തിരിച്ചിട്ടാലും അറിയാൻ പോകുന്നില്ല, അതുപോലുള്ള ഞൊറിയാണ് കേട്ടോ. പാവാട പോലെ കിടക്കും. ഇത് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമുള്ള പാൻറ്റാണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് എടുത്ത് കാണിക്കുന്ന കളേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളതെല്ലാം ഇതുപോലുള്ള കോഫി കളറ്, അതുപോലെ ബ്ലാക്ക്, ബ്രൗൺ, അതുപോലുള്ള കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെല്ലാം. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ നല്ലതായിരിക്കും. ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതാ നമ്മളെ ഇന്നത്തെ പാക്കിങ്ങും അയപ്പും ഒക്കെ ഇതായിരുന്നു കേട്ടോ. നമുക്ക് പാൻസും അതുപോലെ തന്നെ കൂടുതലായിട്ടും വീട്ടിലിടുന്ന ഐറ്റംസ് നന്നായിട്ട് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ പോയപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നി എടുത്ത് വെച്ചതാണിത്. അപ്പോൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ബൈ ബൈ.